ഇന്ന് നമുക്കൊരു പാലക്കാടൻ സ്റ്റൈൽ നൊങ്ക് പാൽ ഉണ്ടാക്കാം കേട്ടോ. ചൂടത്ത് ഇതൊരു ഗ്ലാസ് കുടിച്ചാലുണ്ടല്ലോ കിടുകിടാന്ന് വിറയ്ക്കും എന്നൊക്കെ പറയണമെന്നുണ്ട്. കിടുകിടാന്നൊന്നും വരക്കില്ല, പക്ഷെ ചൂടിന് നല്ലോണം കുറയും, നമുക്ക് നല്ലൊരു ഉന്മേഷവും നല്ലൊരു സന്തോഷമൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ഇപ്പം ഞാനിതിൽ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ഇടില്ല കേട്ടോ. എന്താ വേറൊരു സാധനം ഇടണത്, അത് ഞാൻ കാണിച്ചു തരാട്ടുള്ളൂ. പനന്നൊങ്ക അറിയാത്ത പാലക്കാടുകാരേ ഉണ്ടാവില്ലല്ലോ അല്ലേ. ഇത് ഞാനിവിടെ ഇതിലൊരു 9 എണ്ണമാണ് കേട്ടോ ഉള്ളത്. ഈ 9 എണ്ണം ഞാൻ 250 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഇവിടെ ഇതിങ്ങനെ കിട്ടില്ല, വളരെ അപൂർവമായിട്ടാണ് ഇത് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടതും 2ാം വട്ടമൊന്നും 3ാം വട്ടമൊന്നും ചിന്തിച്ചില്ല, അപ്പോൾ തന്നെ വാങ്ങിച്ചു. ഇതുകൊണ്ട് എന്തൊക്കെയൊക്കെയോ ഉണ്ടാക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. വീട്ടിൽ കൊണ്ടുവന്ന് തോലൊക്കെ കളഞ്ഞപ്പോഴാണ് ആകെ ഇത്രയാണ് കിട്ടിയത്. മൂർത്തിയെക്കാട്ടും വലിയ ശാന്തി പറഞ്ഞ മാതിരി തോല് ഇത്ര ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ, കിട്ടിയതുകൊണ്ട് നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ അല്ലേ. പിന്നെ അതിൽ നിന്ന് കിട്ടിയത് അമൃത് പോലെ ഒരു സ്പൂണാണ് ഇളനീര് വെള്ളം കിട്ടിയത് കേട്ടോ. അതിൻ്റെ വെള്ളം കിട്ടിയത് കുട്ടികൾക്ക് പോളിയോ പോലും ഇതിനെക്കാട്ടും കൂടുതൽ കൊടുക്കണ്ടോ. വെറുതെ പറഞ്ഞതാണ് കേട്ടോളൂ, ഇത്തിരിയല്ലേ കിട്ടിയല്ലോ, അതിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്. പിന്നെ നമ്മൾ പഞ്ചസാര എല്ലാം ഉപയോഗിക്കുന്നത് പനങ്കൽക്കണ്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇത് ഞാനൊരു 1/2 ലിറ്റർ പാല് ഇതുപോലെ ഫ്രീസറിൽ ഐസാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് റെഡിയാണ്. വളരെ കുറഞ്ഞ സാധനം മതി, പക്ഷേ ഈ സാധനം കിട്ടാനാണ് പാട്. അപ്പോൾ ഞാൻ മുഴുവൻ നൊങ്ക് അതിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ. ഞാനൊരു വലിയ ഒരെണ്ണം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൽ ഫ്രീസ് ചെയ്ത പാലും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പനങ്കൽക്കണ്ടും കൂടി അതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ടുള്ളൂ. ഇതിൽ ഏലക്കായ ഇടും ചിലവർ, ഞാൻ ഏലക്കായ എല്ലാം ഇടണം. പകരം ഞാൻ വേറൊരു സാധനമാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം. അത് ലാസ്റ്റ് അതിൻ്റെ പുറത്ത് വെക്കുകയുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആവശ്യത്തിനുള്ള പനങ്കൽക്കണ്ടും കൂടി ഇടാം. നോക്കൂ, ഐസ്ക്രീം പോലെ ഇരിക്കണ്ടല്ലേ, ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് കഴിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഇത് കുറച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് ഈ കട്ടയൊക്കെ ഒന്ന് കുറയും കേട്ടോ. ഇനി നമുക്ക് ആ കിട്ടിയ ഒരു തുള്ളി ഇളനീര് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം മുഴുവൻ പാലിട്ടിട്ടുണ്ടായിരുന്നു, ഒരു 5-6 പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി നന്നായി അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തിക്കായിട്ടുള്ളൊരു ഷേക്ക് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം പോലെയാണ് നൊങ്കുപാൽ ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു നൊങ്ക് എടുത്ത് വെച്ചു എന്ന്. അപ്പോൾ അതിനതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. അത് നമുക്ക് അതിൻ്റെ മേലിട്ടിട്ട് അങ്ങനെ ഇളക്കാനാണ്. അപ്പോൾ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ. ചെറുപ്പകാലത്തൊക്കെ ഇത് നമുക്ക് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. നിറയെ പനയുണ്ടല്ലോ ഞങ്ങളുടെ ആ സൈഡൊക്കെ. അപ്പോൾ ഈ പന കയറുന്ന ആൾക്കാർ വേനൽക്കാലത്ത് ഇത് വെട്ടിയിട്ട് ഇറക്കും. പനയിൽ നിന്ന് ഇറക്കിയാൽ തന്നെ അപ്പോൾ തന്നെ കൊലയായിട്ട് നമുക്കൊക്കെ എല്ലാവർക്കും കിട്ടും കേട്ടോ. എല്ലാവർക്കും കൊടുക്കും. അവരുടെ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഇത് അവർ ചെത്തിയും തരും നല്ലതായിട്ട്. അപ്പോൾ ഇഷ്ടംപോലെ അന്ന് കിട്ടണ കാരണം ഇത്ര വിലയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് നമുക്ക് കിട്ടാത്ത കാരണം 1-2 കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് ഇതിന്. അപ്പോൾ ഇപ്പം ഞാൻ എന്താ ഈ ചെയ്യണമെന്ന് വെച്ചാൽ, വെറുതെ ഒരു രസത്തിന് ഇതിൽ കുറച്ചിങ്ങനെ പഞ്ചസാര പറ്റിപ്പിടിച്ചിരുന്നോട്ടെ എന്ന് വെച്ചിട്ട് കാണാൻ. അപ്പോൾ ഇതുപോലെ പഞ്ചസാരയിൽ അതിൻ്റെ അരികിൽ കുറച്ച് വെള്ളം തേച്ചിട്ട് ഞാൻ ആ പഞ്ചസാരയിലൊന്ന് മുക്കി വെച്ചു കേട്ടോ, ഒരു രസത്തിന്. അപ്പോൾ ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഏലക്കായ എല്ലാം ഇടണതെന്ന് വേറൊരു സാധനമാണ്. ഞാൻ തുളസിയുടെ ഇലയാണ് കേട്ടോ ഇതിലിടണത്. അതുപോലെ നമ്മൾ ഈ നൊങ്കിൻ്റെ ഇതില്ലേ തോലില്ലേ, അത് ചൂടുകുരു ഉള്ളവിടെ തേക്കാൻ നല്ലതാണ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ചൂടുകുരു വരുന്നവിടെ അതിൻ്റെ നൊങ്കിൻ്റെ തോലെടുത്ത് തേച്ച് തരും. പനന്നൊങ്കിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാതളങ്ങയുടെ കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മണത്തിന് തുളസിയുടെ ഇലയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണം നമ്മുടെ താരം, ഇതിനെ ആ അരിഞ്ഞു വെച്ച നൊങ്കിൻ്റെ കഷ്ണങ്ങളും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ മാതളത്തിൻ്റെ കുരുക്കൾ പഴവും അതും ഇതിലിട്ട് കൊടുത്തോട്ടുള്ളൂ. നല്ല ഭംഗിയില്ലേ, വെള്ളയും റെഡും അകത്തിങ്ങനെ ജെല്ലി പോലെ അതിൻ്റെ പീസസും എല്ലാം കൂടി ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ഇത് കഴിക്കണത്. അപ്പോൾ ഈ ഒരു ജ്യൂസിനെ ഞാൻ എന്തിൻ്റെ കൂടെയാണ് കമ്പയർ ചെയ്യാമെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ്. പക്ഷേ ഈ നൊങ്കുപാൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, പനങ്കൽക്കണ്ടിട്ടിട്ട് തുളസിയുടെ ഇല ഇട്ടിട്ട് കഴിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. മറക്കില്ല എന്ന് എനിക്കറിയാം. ഒരു കാര്യം പറയാൻ മറന്നു, ഈ ബയ്യ വീഡിയോയിൽ ബയ്യെ കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബയ്യാണ് നമുക്ക് ഈ നൊങ്ക് തന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.